നമസ്കാരം. പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലം ഇക്കുറി LDF പിടിക്കുമോ? എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ചാൽ അത് ആർക്ക് ഗുണം ചെയ്യും? UDFന് നേട്ടമാകുമോ കോട്ടമാകുമോ? പല സുഹൃത്തുക്കളും ചോദിച്ചു, എന്താണ് അവിടുത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം, എന്താണ് അവിടുത്തെ ട്രെൻഡ്? എന്തായാലും നോക്കാം വിശദമായി 2026 പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന സാജു പോളിനെ പരാജയപ്പെടുത്തിയാണ് എൽദോസ് പെരുമ്പാവൂർ മണ്ഡലം വലത്തോട്ട് മറിച്ചത്. അന്ന് എൽദോസിന്റെ ഭൂരിപക്ഷം 7088 വോട്ടുകളായിരുന്നു. എന്നാൽ യുവ MLA ആയിരുന്നിട്ടും എൽദോസ് കുന്നപ്പള്ളിക്ക് സാജു പോൾ MLA ആയിരുന്ന സമയത്ത് നടപ്പിലാക്കിയ വികസനങ്ങളുടെ അടുത്തുപോലും എത്താൻ കഴിയാതെ പോയത് ജനങ്ങൾക്കിടയിൽ അവമതിപ്പിന് കാരണമായി. MLA ആയി സഭയിലെത്തിയ ആദ്യ ദിനം തന്നെ നിയമസഭയിൽ കിടന്ന് ഉറങ്ങി BBC അടക്കമുള്ള ചാനലുകളിൽ വരെ എൽദോസ് കുന്നപ്പള്ളി MLA ബ്രേക്കിംഗ് ന്യൂസ് ആയത്, വാർത്തയായി മാറിയത് മണ്ഡലത്തിലെ വോട്ടർമാരെ നാണം കെടുത്തുന്നതിന് തുല്യമായി. ഇത് എൽദോസിനും വലിയ ക്ഷീണമായി പിന്നീട് ഭവിച്ച കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ്. പ്രകടന പത്രിക പ്രഹസന പത്രികയായി മാറിയ 5 വർഷത്തിൽ വികസന മുരടിപ്പും പൊള്ളയായ വാഗ്ദാനങ്ങളും മാത്രമായിരുന്നു 5 വർഷത്തിനിപ്പുറം എൽദോസ് കുന്നപ്പള്ളി MLAയുടെ സമ്പാദ്യം. ജനങ്ങളെ പറ്റിക്കാൻ ബൈപ്പാസ് കഥകളും കോടികളുടെ വികസന കഥകളും ഇറക്കി 2021 വീണ്ടും ജനവിധി തേടാൻ ഇറങ്ങിയപ്പോൾ സിറ്റിംഗ് MLA ആയ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ A ഗ്രൂപ്പും I ഗ്രൂപ്പിലെ ഒരു വിഭാഗവും ഇടഞ്ഞു തന്നെയാണ് നിന്നിരുന്നത്. അതിന്റെ പ്രതിഫലനം റിസൾട്ടിലും പ്രകടമായി തന്നെ കാണാൻ സാധിച്ചു. 2016 7088 എന്ന ഭൂരിപക്ഷം 2021 എത്തി നിൽക്കുമ്പോൾ 2899 ചുരുങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇത് എൽദോസ് കുന്നപ്പള്ളിയുടെ പെർഫോമൻസ് എത്രത്തോളം മോശമായിരുന്നുവെന്നാണ് കാണിച്ചു തരുന്നത്. 2026 എത്തി നിൽക്കുമ്പോൾ ബലാത്സംഗ കേസ് അടക്കം മൂപ്പരുടെ തലയിലുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽദോസ് കുന്നപ്പള്ളിയെ രക്ഷിച്ചത് കേരള കോൺഗ്രസ് M ആണെന്ന് പറയാതെ വയ്യ. 2021 മണ്ഡലത്തിൽ CPIM നേതാക്കളായ സാജു പോളിനെയോ NC മോഹനനെയോ സ്ഥാനാർത്ഥിയാക്കിയാൽ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നിരിക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കുള്ള ജോസ് കെ മാണിയുടെ പെട്ടെന്നുള്ള കടന്നുവരവും പെരുമ്പാവൂർ മണ്ഡലം കേരള കോൺഗ്രസ് M-ന് വെച്ചുമാറിയതും ജനകീയനല്ലാത്ത സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസ് M LDF സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചതുമൊക്കെ മണ്ഡലത്തിൽ UDFനാണ് വലിയ ഗുണം ചെയ്തത്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പൊതുവെ കേരള കോൺഗ്രസിന് ഒട്ടും അനുകൂലമായിരുന്നില്ല. UDFൽ നിന്ന് മുന്നണി ബന്ധം ഉപേക്ഷിച്ച് പെട്ടെന്നെത്തിയ ജോസ് കെ മാണിയെ സഖാക്കൾക്കും അണികൾക്കുമൊക്കെ ഉൾക്കൊള്ളാൻ മാനസികമായി അവർക്ക് കഴിയുമായിരുന്നില്ല. LDFന്റെ ഷുവർ സീറ്റായിരുന്ന പെരുമ്പാവൂർ മണ്ഡലം വെച്ചു മാറാതിരുന്നുവെങ്കിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ മണ്ഡലം LDFന് പിടിച്ചെടുക്കാമായിരുന്നു. എറണാകുളത്ത് LDFന്റെ MLA-മാരുടെ എണ്ണം 6 മാറുമായിരുന്നു. എന്നാൽ ഇന്ന് സാഹചര്യം മാറി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് M സഖാക്കൾക്ക് നന്നായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മുന്നണിയായി മാറിയിരിക്കുന്നു. കേരള കോൺഗ്രസ് വലതുപക്ഷ സ്വഭാവം വെടിഞ്ഞ് ഇടതുപക്ഷ സ്വഭാവത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് M LDF സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുമ്പോൾ ആഞ്ഞു പിടിച്ചാൽ പെരുമ്പാവൂർ ഇടതുപക്ഷത്തേക്ക് മറിയും. അതെങ്ങനെയെന്നൊക്കെ പറയാം. എന്നാൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ പെരുമ്പാവൂരിൽ പോരാട്ടം കനക്കുമെന്ന് പറയാതെ വയ്യ. എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റിയത് വെന്റിലേറ്ററിൽ കിടന്ന പെരുമ്പാവൂരിലെ UDFന് പുതുജീവൻ നൽകുന്ന പ്രഖ്യാപനമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായി ബേസിൽ പോൾ എത്തിയതാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുത്താൽ വലിയ അപകടം സംഭവിക്കുമെന്ന നിലയിലേക്ക് UDF നേതൃത്വത്തെ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത്. ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് കോൺഗ്രസ് പാളയത്തിൽ നിന്നും LDF പാളയത്തിലെത്തിയ സർപ്രൈസ് സ്ഥാനാർത്ഥിയായ ബേസിൽ പോളിന് എൽദോസ് വിരുദ്ധ ചേരിയിലെ വോട്ട് ബേസിലിന്റെ കോൺഗ്രസ് ബന്ധം ഉപയോഗിച്ച് സമാഹരിക്കാൻ പറ്റുമെന്ന റിപ്പോർട്ടുകളാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് വിനയായി മാറിയത്. 2021 റിസൾട്ട് പ്രകാരം എൽദോസ് കുന്നപ്പള്ളിക്ക് 37.10 വോട്ട് പിടിക്കാൻ കഴിഞ്ഞപ്പോൾ LDFന് 35.09% വോട്ട് അവിടെ പിടിക്കാൻ കഴിഞ്ഞു. സ്ഥാനാർത്ഥി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM-ന്റെ നേതാക്കളായിരുന്നുവെങ്കിൽ ശതമാനം 40 കടക്കുമായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. 2020 അന്ന് ചിത്ര സുകുമാരൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെയാണ് അവതരിപ്പിച്ചത്. അവർ 20,536 വോട്ട് അന്ന് അവിടെ നേടി എന്നുള്ളതാണ്. 14.24% വോട്ട് ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ 2020 ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു പെരുമ്പാവൂരിൽ. അഡ്വക്കേറ്റ് TP സിന്ധുമോളായിരുന്നു BJP അവതരിപ്പിച്ച സ്ഥാനാർത്ഥി. 15,135 വോട്ടാണ്, അതായത് 10.50% വോട്ടാണ് അന്ന് അവർ അവിടെ ഉണ്ടാക്കിയെടുത്തത്. ഇന്ന് NDA മുന്നണിയിലാണ് 2020 ഉള്ളത്. 2020 NDA മുന്നണിയിലേക്ക് ലയിച്ചപ്പോൾ 2020 വോട്ടുകളിൽ വലിയ വിള്ളൽ സംഭവിച്ചു എന്നുള്ളതാണ്
മറ്റൊരു റിയാലിറ്റി. ഈ വോട്ടുകൾ ആർക്ക് പോൾ ചെയ്യപ്പെടും എന്നത് ഒരു നിർണായക ഘടകം തന്നെയാണ്. അതിൽ എല്ലാ പാർട്ടികളുടെയും വോട്ടുണ്ട്. ആ വോട്ടുകൾ ഇത്തവണ എങ്ങനെ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുകയാണ്. അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇനി ബേസിൽ പോളിന് എങ്ങനെ വിജയിക്കാം എന്ന് പറയുന്നതിന് മുമ്പ് എൽദോസ് കുന്നപ്പള്ളി എന്തൊക്കെ കളിയാകും കളിക്കാൻ സാധ്യത എന്നുകൂടി ഒന്ന് നോക്കി പോകാം. ഒന്നല്ലെങ്കിൽ സീറ്റ് നൽകാത്തതിന്റെ പേരിൽ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ എൽദോസ് കുന്നപ്പള്ളിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പെരുമ്പാവൂരിൽ മത്സരിക്കാം. ഇത് ബേസിൽ പോളിനാണ് ഗുണം ചെയ്യുക. UDFന് വലിയ ദോഷമാണ് ചെയ്യുകയുള്ളൂ. മറ്റൊരു വഴി എന്ന് പറയുന്നത് സ്ഥിരം കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു വഴി തന്നെയാണ്. സീറ്റ് കിട്ടാതെ വരുമ്പോൾ BJPയിൽ ചേരുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താലും എൽദോസ് തീർച്ചയായും തോൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി UDF ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഇറക്കിയാൽ എങ്ങനെ LDFന് ജയിക്കാൻ കഴിയും? എൽദോസ് കുന്നപ്പള്ളിയുടെ വികസന മുരടിപ്പുകൾ ഉയർത്തി കാട്ടിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയൊരു പ്രചാരണം നടത്തിക്കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. സതീശന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഷിയാസ് അടക്കമുള്ള ആളുകളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. മനോജ് മൂത്തേടൻ അടക്കമുള്ള ആളുകളുടെ പേരുകൾ UDF സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്നുണ്ട്. ആര് സ്ഥാനാർത്ഥിയായി വന്നാലും അവരെ പരാജയപ്പെടുത്താൻ വളരെ ഈസിയാണ്. അതിനുവേണ്ടി വലിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ ഒരുക്കണം. ജനങ്ങളുടെ വിരൽത്തുമ്പിൽ പെരുമ്പാവൂർ മണ്ഡലത്തിന്റെ നേർക്കാഴ്ചകൾ എത്തണം. അതിന് ആദ്യം ചെയ്യേണ്ടത് ഈ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എൽദോസ് കുന്നപ്പള്ളിയെ ഒപ്പിച്ചിട്ടുള്ള ഏടാകൂടങ്ങൾ അത് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പെരുമ്പാവൂരിലാണ് ഏറ്റവും മോശം റോഡുകൾ ഉള്ളത്. എൽദോസ് കുന്നപ്പള്ളിയുടെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വികസന മുരടിപ്പുകൾ ഉടനീളം പ്രകടമായി കാണാൻ സാധിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങൾക്ക് ദ്രോഹമാകുന്ന എൽദോസ് കുന്നപ്പള്ളിയുടെ പല രീതിയിലുള്ള ഇടപെടലുകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് LDFന് വലിയ വോട്ട് ബാങ്കായി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ന് പെരുമ്പാവൂർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ലഹരി മാഫിയകളുടെ ഒരു വലിയ രീതിയിലുള്ള അവിടുത്തെ അഴിഞ്ഞാട്ടമാണ്. ലഹരി മാഫിയകളെ തുരത്തുന്നതിൽ എൽദോസ് കുന്നപ്പള്ളി MLA ഒരു വമ്പൻ ദുരന്തമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. ആ ലഹരി മാഫിയകളെ തുരത്താൻ എൽദോസ് കുന്നപ്പള്ളി MLA എന്ന നിലയിൽ ഇടപെടൽ നടത്താതിരുന്നപ്പോഴാണ് അവിടെ സർക്കാർ നേരിട്ട് ഇടപെട്ട് പിണറായി വിജയന്റെ പോലീസ് ഇറങ്ങി ഇപ്പോൾ ഒരു വിധത്തിൽ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെരുമ്പാവൂരെ സംബന്ധിച്ച് എൽദോസ് കുന്നപ്പള്ളിയുടെ MLA എന്ന നിലയിലുള്ള ഇടപെടലിൽ ഒരുപാട് പരാജയങ്ങൾ നമുക്ക് ഉടനീളം പ്രകടമായി തന്നെ കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത എന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ നമ്മുടെ പോഞ്ഞാശ്ശേരി മണ്ണൂർ റോഡ് ഉണ്ടല്ലോ, ആ റോഡിന്റെ ഒരു ഭാഗം പെരുമ്പാവൂർ മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. ആ മണ്ഡലത്തിലെ ആ റോഡിന്റെ ആ ഭാഗം മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നിട്ട് അതിലൊരു ഇടപെടൽ നടത്താനോ ആ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ എൽദോസ് കുന്നപ്പള്ളി തയ്യാറാകുന്നില്ല. അവസാനം എന്നെ അവിടുത്തെ കുറെ ജനങ്ങൾ വിളിച്ച് കാര്യം പറയുന്നു. ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ശേഷം നടന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഇടപെടുകയും ആ റോഡിന് വേണ്ടി 3.30 കോടി രൂപ BMBC നിലവാരത്തിൽ അത് പണിയുന്നതിന് വേണ്ടി അദ്ദേഹം അനുവദിക്കുന്ന കാഴ്ചയും ഉണ്ടായി. പിന്നെ എന്നെ ചിരിപ്പിച്ച് കളഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് പിറ്റേ ദിവസം ഒരു പോസ്റ്റർ കാണുന്നു. എൽദോസ് കുന്നപ്പള്ളി പോസ്റ്റർ കൊണ്ടുപോയി വെക്കുകയാണ്. അതായത് റോഡ് പണിയുന്നതിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തുക അനുവദിച്ചു. അതായത് അത് എന്റെ ഇടപെടൽ, അതായത് എൽദോസ് കുന്നപ്പള്ളിയുടെ ഇടപെടൽ മൂലമാണ് എന്ന രീതിയിലുള്ള 8 കാലും മമ്മൂഞ്ഞി ചമച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ. അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഗിമ്മിക്ക് നമ്പറുകളും ഒക്കെയാണ് എൽദോസ് കുന്നപ്പള്ളി മണ്ഡലത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിയുടെ മണ്ഡലത്തിലെ ഭരണ പരാജയങ്ങൾ തുറന്നു കാട്ടേണ്ടതുണ്ട്. അത് തുറന്നു കാട്ടിക്കൊണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിന് വലിയൊരു റിസ്ക് എടുക്കേണ്ടതുണ്ട്. ആ റിസ്ക് എടുക്കണം. ആ റിസ്ക് എടുത്ത് മുന്നോട്ട് പോയാൽ എന്തായാലും ബേസിൽ പോളിന് വലിയൊരു വിജയം ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. എന്തായാലും ബേസിൽ പോൾ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ LDFന് കിട്ടിയത് ഒരു വലിയ നേട്ടമായി തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നിലവിൽ LDFന്റെ വോട്ടുകൾ സമാഹരിക്കുന്നതിനൊപ്പം തന്നെ അതായത് എതിർ പാർട്ടിയിലുള്ള പല വോട്ടുകളും, അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ വലിയ തോതിൽ തന്നെ സമാഹരിക്കാനും അത് പിടിക്കാനും കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എല്ലായിടങ്ങളിലും ഇത്തരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് വലിയ തോതിൽ തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയായി വന്ന ആളുകളൊക്കെ തന്നെ വിജയിച്ച ചരിത്രമാണുള്ളത്.